Hi, hello, good morning. Welcome back to computer class. അപ്പോൾ നമ്മൾ 4th ന്റെ കമ്പ്യൂട്ടറിൽ 4th ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നമ്മുടെ ലോഗിനിലെ 4th ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഇൻസേർട്ടിങ് ആൻഡ് ഓവർ ടൈപ്പിംഗ് അല്ലേ. ഓക്കെ, ഇൻസേർട്ട് ആൻഡ് ഓവർ ടൈപ്പിംഗിൽ നമ്മളൊരു ഡോക്യുമെന്റിലേക്ക് എങ്ങനെ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാമെന്ന് പഠിച്ചു. ഇനി നമ്മൾ ഓവർ ടൈപ്പ് ആണ് നോക്കാൻ പോകുന്നത്. ഓവർ ടൈപ്പിലോട്ട് പോയാലോ കൂടുതൽ അതിനെ കുറിച്ച് ഇൻട്രോ ഒന്നും വേണ്ടല്ലോ, വേണ്ട. നമുക്ക് ഓവർ ടൈപ്പ് നോക്കാം. ഓവർ ടൈപ്പ്, വി ക്യാൻ ടൈപ്പ് ആൻഡ് റീപ്ലേസ് ദ കറന്റ് ടെക്സ്റ്റ് വിത്ത് ന്യൂ ടെക്സ്റ്റ് ഇൻ ദ ഓവർ ടൈപ്പ് മോഡ്. ഓവർ ടൈപ്പ് മോഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കറന്റ് ടെക്സ്റ്റിലോട്ട് പുതിയ ടെക്സ്റ്റ് ചേർക്കാൻ സാധിക്കും, റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ടു ഗെറ്റ് ദ ഓവർ ടൈപ്പ് മോഡ്, ക്ലിക്ക് ഇൻസേർട്ട് ഓൺ ദ സ്റ്റാറ്റസ് ബാർ. നമ്മൾ എന്ത് ചെയ്യണം? ഓവർ ടൈപ്പ് മോഡ് ലഭിക്കാനായി ക്ലിക്ക് ഇൻസേർട്ട് ഓൺ ദ സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാറിൽ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. ദ ഓപ്ഷൻ ഇൻസേർട്ട് കൺവേർട്ട് ഇൻ ടു ഓവർ ടൈപ്പ്. അപ്പൊ എന്താവും? ഓപ്ഷൻ ഇൻസേർട്ട് ഓവർ ടൈപ്പ് ആയിട്ട് കൺവേർട്ട് ആയിക്കോളും. The steps to overtype text in a document are as follows. ഇനി പറയുന്ന സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണേ. Step 1, bring the cursor before the letter from where the text is to be overtyped. എവിടെ നിന്നാണോ നമുക്ക് ഏത് ലെറ്ററിന് ശേഷമാണോ ഏത് ലെറ്റർ തൊട്ടാണോ നമുക്ക് ഓവർ ടൈപ്പ് ചെയ്യേണ്ടത്, ടെക്സ്റ്റ് ഓവർ ടൈപ്പ് ചെയ്യേണ്ടത്, അവിടേക്ക് എന്ത് ചെയ്യണം? കേഴ്സറിനെ കൊണ്ടുപോകണം. ഓക്കെ, എന്തിനു മുമ്പായിട്ട്? നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഓവർ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൊണ്ടുപോകണം. സ്റ്റെപ്പ് 2, സ്റ്റാർട്ട് ടൈപ്പിംഗ് ദ ടെക്സ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തോളാം. ഓക്കെ, അവിടെ കൊണ്ട് കേഴ്സർ വെക്കുക. കേഴ്സർ വെച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഇൻസേർട്ടിങ് എ ബ്ലാങ്ക് ലൈൻ. എങ്ങനെയാണ് ഒരു ബ്ലാങ്ക് ലൈൻ ഇൻസേർട്ട് ചെയ്യുക? ഫോളോ ദ ഗിവൻ സ്റ്റെപ്സ് ടു ഇൻസേർട്ട് എ ബ്ലാങ്ക് ലൈൻ ബിറ്റ്വീൻ ടു എക്സിസ്റ്റിംഗ് ലൈൻസ്. രണ്ട് എക്സിസ്റ്റിംഗ് ലൈൻസിനിടയിലേക്ക് ഒരു ബ്ലാങ്ക് ലൈന് കയറ്റുവാനായി ഇനി പറയുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ്, പ്ലേസ് ദ കേഴ്സർ അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ ആഫ്റ്റർ വിച്ച് ദ ബ്ലാങ്ക് ലൈൻ ഈസ് ടു ബി ഇൻസേർട്ടഡ്. നമുക്ക് നിലവിൽ രണ്ട് വരികളുടെ ഇടയിലോട്ടാണല്ലോ ഈ പറയുന്ന പുതിയ ബ്ലാങ്ക് ലൈൻ കയറ്റേണ്ടത്, ബ്ലാങ്ക് ആയ ലൈൻ കയറ്റേണ്ടത്. അപ്പോ അതിലെ ആദ്യത്തെ ലൈനിന്റെ അറ്റത്തായിട്ട്, എൻഡിലായിട്ട്, അവസാനത്തായിട്ട് എന്ത് ചെയ്യുക? കേഴ്സറിനെ എത്തിക്കുക, പ്ലേസ് ചെയ്യുക. കേഴ്സറിനെ അവിടെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. പ്രസ് എന്റർ. അതിനുശേഷം എന്റർ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്റർ കീയിലെ കീബോർഡിലുള്ള എന്റർ കീ പ്രസ് ചെയ്ത് കൊടുക്കുക. ആസ് എ റിസൾട്ട് ദ നെക്സ്റ്റ് ലൈൻ ഗെറ്റ്സ് ഷിഫ്റ്റഡ് ഡൗൺ ആൻഡ് എ ബ്ലാങ്ക് ലൈൻ ഈസ് ഇൻസേർട്ടഡ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ തൊട്ട് താഴെ കിടന്ന ഒരു ലൈൻ കൂടെ ഉണ്ടല്ലോ, നമ്മളിപ്പോ എൻഡിൽ കൊണ്ടുവന്നത് ഫസ്റ്റ് ലൈനിന്റെ ആണ്. കേഴ്സർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ലൈനിന്റെ എൻഡിലാണ്. അതിന് തൊട്ട് താഴെ ഒരു ലൈൻ ഉണ്ടായിരുന്നു. അവിടെയാണ് നമുക്ക് അതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് നമുക്ക് ആരെ വേണ്ടത്? ബ്ലാങ്ക് ലൈൻ ആവശ്യം. നമ്മൾ അവിടെയാണ് ഇപ്പൊ എന്റർ കൊടുത്തത്. എന്റർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ബ്ലാങ്ക് ലൈൻ പ്രത്യക്ഷപ്പെടുകയും തൊട്ട് താഴെ ഉണ്ടായിരുന്ന ആ വരി എന്താവുകയാണ്? ആ ലൈൻ എന്ത് ചെയ്യുകയാണ്? ഒരു സ്റ്റെപ്പ് താഴോട്ട് പോവുകയും ചെയ്യണം. അപ്പൊ അവിടെ എന്താവും? ഒരു ബ്ലാങ്ക് ലൈന് പ്രത്യക്ഷമാവും, ബ്ലാങ്ക് ഏരിയ കാണപ്പെടും. ഓക്കെ, അത് ഇൻസേർട്ട് ആയി. അത്രയേ ഉള്ളൂ ഇൻസേർട്ട് ചെയ്യാൻ. എന്ത് ഇൻസേർട്ട് ചെയ്യാൻ? ബ്ലാങ്ക് ലൈൻ ഇൻസേർട്ട് ചെയ്യാൻ. ഇനി എങ്ങനെ ഒരു ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യാം? എ ക്യാരക്ടർ, എ വേർഡ് ഓർ എ ബ്ലോക്ക് ഓർ ടെക്സ്റ്റ് ക്യാൻ ഈസിലി ബി ഡിലീറ്റഡ്. ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു വേർഡ്, ഒരു ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ്, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. ടു ഡിലീറ്റ് എ ക്യാരക്ടർ ദ സ്റ്റെപ്സ് ആർ ആസ് ഫോളോസ്. ഒരു ക്യാരക്ടർ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. സ്റ്റെപ്പ് 1, ബ്രിങ് ദ കേഴ്സർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ ക്യാരക്ടർ ടു ബി ഡിലീറ്റഡ്. ഏത് ക്യാരക്ടറിനെ ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ക്യാരക്ടറിന്റെ ലെഫ്റ്റിലോട്ട് കേഴ്സറിനെ കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക? പ്രസ് ഡിലീറ്റ്. ഓർ അവിടുന്ന് ഡിലീറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ബ്രിങ് ദ കേഴ്സർ ടു ദ റൈറ്റ് ഓഫ് ദ ക്യാരക്ടർ ടു ബി ഡിലീറ്റഡ്, പ്രസ് ബാക്ക് സ്പേസ്. അല്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ക്യാരക്ടറിന് വലതു ഭാഗത്തോട്ട് എന്തിനെ കൊണ്ടുവരാം? കേഴ്സറിനെ കൊണ്ടുവരിക. എന്നിട്ട് ബാക്ക് സ്പേസ് അടിച്ചു കൊടുക്കുക. അപ്പൊ എന്താവും? അത് അവിടുന്ന് കാണാതെ ആയിക്കോളും, പൊയ്ക്കോളും. ടു ഡിലീറ്റ് എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് the steps are as follows. ഇനി ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ താഴെ പറഞ്ഞ സ്റ്റെപ്പുകൾ ഉപയോഗിക്കാം. സ്റ്റെപ്പ് 1, സെലക്ട് ദ ടെക്സ്റ്റ് ദാറ്റ് ഈസ് ടു ബി ഡിലീറ്റഡ്. ഏത് ടെക്സ്റ്റ് ആണോ ഡിലീറ്റ്, ഏതൊക്കെ ടെക്സ്റ്റ് ആണോ, എത്രയൊക്കെ ടെക്സ്റ്റ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത്, അതിനെ നമ്മൾ സെലക്ട് ചെയ്യുക. പ്രസ് ഡിലീറ്റ് ഓർ ബാക്ക് സ്പേസ്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ്, ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബാക്ക് സ്പേസ് പ്രസ് ചെയ്ത് കൊടുക്കാം. ടു ഡിലീറ്റ് എ വേർഡ്
the steps are as follows. ഒരു വേർഡ് ഡിലീറ്റ് ചെയ്യാൻ താഴെ പറയുന്ന സ്റ്റെപ്സ് ഉപയോഗിക്കാം. രണ്ട് സ്റ്റെപ്പാണ് ഇതിനുമുള്ളത്. Bring the cursor to the left of the word that is to be deleted. ഏത് ടെക്സ്റ്റ് ആണോ അല്ലെങ്കിൽ ഏത് വേർഡ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ വേർഡിന്റെ ഇടതുഭാഗത്തായി കഴ്സർ എത്തിക്കുക. അതിനുശേഷം പ്രസ് കൺട്രോൾ പ്ലസ് ഡിലീറ്റ്. കൺട്രോളും ഡിലീറ്റും ഒന്നിച്ചമർത്തുക. അതോടെ എന്താവും? അത് ഡിലീറ്റ് ആവും. അല്ല എങ്കിൽ or we can use another method. The step 1 is place the cursor to the right of the word to be deleted. ഏത് വേർഡ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിന്റെ റൈറ്റിലോട്ട് നമ്മൾ കഴ്സറിനെ കൊണ്ടുവരിക. പ്രസ് കൺട്രോൾ പ്ലസ് ബാക്ക് സ്പേസും കൺട്രോളും ഒന്നിച്ച് അമർത്തി കൊടുക്കുക. കൺട്രോൾ അമർത്തുക, അതിനുശേഷം ബാക്ക് സ്പേസും അതിന്റെ കൂട്ടത്തിൽ അമർത്തി കൊടുക്കുക. അപ്പൊ എന്താവും? അത് അവിടെ നിന്നും വാനിഷ് ആയി പോയിക്കോളും. ഇനി undo and redo comments. എന്താണ് undo അല്ലെങ്കിൽ redo comments എന്ന് പറയുന്നത് എന്ന് നോക്കാം. undo and redo comments can be seen on the quick access toolbar. Quick access toolbarലാണ് ഈ പറയുന്ന രണ്ട് കമാൻഡുകൾ കാണുക. ഏതൊക്കെയാണ്? undo and redo. Okay, the undo command is used to reverse the last command. To reverse the last action we click the undo button. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ലാസ്റ്റ് ആക്ഷൻ നമുക്ക് തിരികെ കാണാം. ഇപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ച് കളയുമല്ലോ, അത് മിസ്സാവുകയാണ്. അപ്പൊ നമ്മൾ അറിയാണ്ട് ചിലപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവോ അങ്ങനെ മിസ്സാവും. അപ്പൊ തൊട്ട് മുമ്പ് ചെയ്ത സാധനം നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് undo ഉപയോഗിക്കാം. undo മുകളിൽ കാണും, undo ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, action we click the undo button. The redo command is used to reverse the undo action. undo action വീണ്ടും റിവേഴ്സ് ചെയ്യാനാണ് ആര് redo ഉപയോഗിക്കുന്നത്. To reverse the undo action, click the redo button on the quick access toolbar. Quick access toolbarലുള്ള redo നമുക്ക് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? undo action റിവേഴ്സ് ആയി നടന്നോളൂ. ഓക്കെ, അതിൽ പിന്നെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഡിലീറ്റിംഗ് ദ ഹൈലൈറ്റഡ് ടെക്സ്റ്റ് ഫ്രം ദ ഡോക്യുമെന്റ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാം. അതിന്റെയൊക്കെ പിക്ചറൈസ്ഡ് ഇത് കൊടുത്തിരിക്കുകയാണ്, എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഡിലീറ്റിംഗ് ദ ഹൈലൈറ്റഡ് ടെക്സ്റ്റ് ഫ്രം ദ ഡോക്യുമെന്റ് ആഫ്റ്റർ ദ ഡിലീഷൻ ആക്ഷൻ. ഡിലീറ്റഡ് ടെക്സ്റ്റ് അപ്പിയേഴ്സ് ആഫ്റ്റർ യൂസിങ് undo button. undo button ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് അത് വീണ്ടും വരുന്നത്? Deleted text appears again after pressing redo button. വീണ്ടും redo button ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് വീണ്ടും അവിടുന്ന് കാണാതാവുന്നത്. അതൊക്കെയാണ് അവിടെ 4 പിക്ചേഴ്സിലായിട്ട് വന്നിരിക്കുന്നത്. കോപ്പിയിങ് ആൻഡ് മൂവിങ് ആണ് നെക്സ്റ്റ്. കോപ്പിയിങ് ആൻഡ് മൂവിങ് ടെക്സ്റ്റ് എങ്ങനെ കോപ്പി ചെയ്യാം അല്ലെങ്കിൽ മൂവിങ് ചെയ്യാം. The copy and paste commands of MS Word are used to copy text from one location in a document and paste it at another location. ഒരു ലൊക്കേഷനിൽ നിന്നും അടുത്ത ലൊക്കേഷനിലോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് കോപ്പി പേസ്റ്റ് എന്ന് പറയുന്നത്. കോപ്പി പേസ്റ്റ് കമാൻഡ്സ് ഓഫ് MS Word എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ഓക്കെ, the copy command make a duplicate of the selected text, leaving the original text unchanged. ഓക്കെ, അതായത് ഈ കോപ്പി കമാൻഡ് എന്ത് ചെയ്യും? നമ്മൾ ഏത് ടെക്സ്റ്റിനെയാണോ സെലക്ട് ചെയ്തത് അത് അവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ അതിന്റെ ഒരു ഇരട്ട പകർപ്പ് നമുക്ക് തരും. അതേപോലൊരു സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കോപ്പി നമുക്ക് തരും. The paste command pastes the copied text at the position where the cursor is positioned. നമ്മൾ എവിടെയാണോ കഴ്സർ കൊണ്ടുപോയിട്ട് പൊസിഷൻ ചെയ്തിട്ടുള്ളത് അവിടെ എന്ത് ചെയ്യും? അതിനെ പേസ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ എന്താണോ കോപ്പി ചെയ്തെടുത്തിട്ടുള്ളത് അതിനെ പേസ്റ്റ് ചെയ്തിരുന്നു. The cut and paste commands are used to move text from one position in a document to another. ഒരു സ്ഥലത്ത് നിന്നും ഡോക്യുമെന്റിന്റെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലോട്ട് ടെക്സ്റ്റുകളെ മാറ്റാനായിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. The cut command deletes that selected text from its original position. Cut command ഉപയോഗിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് അതിനെ റിമൂവ് ചെയ്ത് കളയുകയും the paste command then positions this text at the place where the cursor is present. എവിടെയാണോ അതിനെ കൊണ്ടുപോയിട്ട് ഇതാകണം നമ്മൾ കഴ്സർ പ്ലേസ് ചെയ്യുന്നിടത്ത് എന്ത് ചെയ്യുകയാണ്? പേസ്റ്റ് കമാൻഡ് നമുക്ക് അതിനെ തിരിച്ചെത്തിച്ചു തരും. ഓക്കെ, നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടേക്ക് ആക്കാനും സഹായിക്കാം. ഫോർ കോപ്പിയിങ് ഓർ മൂവിങ് and pasting text, the steps are as follows. താഴെ പറയുന്ന സ്റ്റെപ്പുകൾ ഉപയോഗിക്കാം. Select the text in the document that is to be copied. ആദ്യം എന്ത് ചെയ്യുക? നമുക്ക് കോപ്പി ചെയ്യേണ്ട ടെക്സ്റ്റിനെ, ഡോക്യുമെന്റിലെ ടെക്സ്റ്റിനെ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അല്ല, കോപ്പി ചെയ്യേണ്ട ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ദ ഹോം ടാബ്. അതിനുശേഷം ഹോം ടാബ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് കോപ്പി ഓർ കട്ട് ഓപ്ഷൻ ഇൻ ദ ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്.
ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ നിന്നും എന്ത് ചെയ്യുക, കോപ്പി അല്ലെങ്കിൽ കട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ bring the cursor at the location where text is to be pasted. എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കഴ്സർ കൊണ്ട് എത്തിക്കുക. Make sure that the home tab is selected. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യുക, ഹോം ടാബ് സെലക്ട് ചെയ്തിട്ട് എൻഷുർ ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് പേസ്റ്റ് ഇൻ ദ ക്ലിപ്പ് ബോർഡ്. അതിനുശേഷം എന്ത് ചെയ്യണം, ആ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിലുള്ള പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, പേസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിന്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് അവിടെ താഴെ. എന്താണ് ഹോം ടാബ്, കട്ട് ഓപ്ഷൻ, പേസ്റ്റ് ഓപ്ഷൻ, കോപ്പി ഓപ്ഷൻ എല്ലാം എവിടെയാണ് ഉള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് പിക്ചറൈസ്ഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് മൂവിങ് ഫാസ്റ്റ്, എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക, മൂവിങ് ഫാസ്റ്റ് നമുക്കുള്ള കുറച്ച് കീവേഡ്സ് ആണ്. കൺട്രോൾ +C ടു കോപ്പി ടെക്സ്റ്റ്. നമ്മൾ കൺട്രോളും സിയും അമർത്തി കൊടുത്താൽ എന്താവും, കോപ്പി ടെക്സ്റ്റ് കിട്ടിക്കോളും. കൺട്രോളും എക്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, കട്ടായിക്കോളും, ടെക്സ്റ്റ് കട്ടായിക്കോളും. Ctrl+V ടു പേസ്റ്റ് ദ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാൻ അതുമാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം, 1-2 തവണ കേൾക്കുക, കേട്ട ശേഷം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സ്വന്തമായിട്ട് ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്ത ശേഷം നിങ്ങൾ ഇരുന്ന് പഠിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഓക്കെ, ബൈ.